ഇതിന് 6-12 എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞില്ലേ. ടോപ്പ് എൻഡ് മോഡൽ ഒരു 11-12 രൂപയെന്ന് കൂട്ടിക്കോ. ആ 12 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന ആൾ ഓടിക്കുന്ന വണ്ടിയും നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ ഓടിക്കുന്ന നമ്മൾ വണ്ടിയും സെയിം ആണ്. ഓക്കെ, ഫീച്ചേഴ്സ് അറിയാവുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് രണ്ടും എക്സ്ട്രാ ആണ്. നമ്മൾ ഏതൊരു വണ്ടിയുടെ വീഡിയോ കാണുമ്പോഴും വാർത്ത കേൾക്കുമ്പോഴും എല്ലാം കാണുന്ന വണ്ടി എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ എല്ലാ ഓപ്ഷനുമുള്ള ആ ഒരു മോഡലും കേൾക്കുന്ന വില എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള ഒരു ഫീച്ചേഴ്സും ഇല്ലാത്ത ആ ഒരു മോഡലിൻ്റെ ആയിരിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഹ്യുണ്ടായി പറഞ്ഞ 6,12,000 രൂപയ്ക്ക് കിട്ടുന്ന എക്സ്ട്രോം കിട്ടുന്ന അതേ എക്സ്ട്രാ ആണ്, അതായത് ബേസ് മോഡൽ. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹ്യുണ്ടായി എക്സ്റ്ററിന് AMT ഉണ്ട്, മാനുവലുണ്ട്, CNG ഉണ്ട്, അങ്ങനെ വിവിധമാന മോഡലുകളുണ്ട്. പക്ഷേ ഈ ഒരു മോഡലിൽ, ബേസ് മോഡലിൽ EX എന്ന് പറഞ്ഞ മോഡലിൽ എന്ത് കിട്ടും, എന്ത് കിട്ടില്ല, അതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഈ ഒരു വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയുടെ എല്ലാ മോഡലുകളും അല്ലെങ്കിൽ എല്ലാ ആ ഒരു വേരിയൻറ്റുകൾക്കും എൻജിൻ സെയിമാണ്. 1.2 ലിറ്റർ 4 സിലിണ്ടർ കാപ്പ എൻജിനാണത്. ആ ഒരു എൻജിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് 69 PS പവറും ഏറെക്കുറെ 94.5 ന്യൂട്ടൺ മീറ്ററുമാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി വന്നൊരു വണ്ടിയാണെന്നുള്ളതാണ്. ഇപ്പോൾ ARAയുടെ ഒരു നിയമപ്രകാരം ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടികൾക്കെല്ലാം 6 എയർ ബാഗ് വേണം. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പല വണ്ടികളും കാണാത്തത് അത് ARA സർട്ടിഫിക്കേഷന് പോയത് ഈ അടുത്തല്ല, മുന്നേ ആണെന്നുള്ളതാണ്. ഇപ്പോൾ കാണുന്ന വണ്ടികൾ പലതും ഇപ്പോൾ XUV700 ഫോർ എക്സാമ്പിൾ 2 എയർ ബാഗ് കാണുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ടെസ്റ്റിംഗ് നടന്ന എല്ലാ വണ്ടിക്കും 6 എയർ ബാഗ് ഉണ്ട്. അതിൽ തുടക്കം എന്ന് പറയുന്നത് ഹ്യുണ്ടായി എക്സ്റ്ററിലാണെന്ന് കാണാം. ഇത് ബേസ് മോഡലാണെങ്കിലും ഇതിനകത്ത് അത്യാവശ്യത്തിന് വേണ്ടുന്ന ആ ഒരു ഫീച്ചേഴ്സൊക്കെ തന്നെ കാണാമെന്നുള്ളതാണ്. രൂപത്തിലെ പ്രധാന മാറ്റം എന്ന് പറയുന്നത് ആ ഒരു ഹെഡ് ലാമ്പിലും അല്ലെങ്കിൽ ആ ഒരു DRലും ഒന്നുമല്ല. ഇവിടെ കാണുന്ന ബ്ലാക്ക് ഇൻസേർട്ടുകൾ ഒരു ഇത്തിരി പ്ലാസ്റ്റിക്കിയാണ് എന്നുള്ളതാണ്. എന്നുള്ള ആ ഒരു DRൽ കാണാൻ താഴെ കാണുന്ന ഹാലോജൻ ഹെഡ് ലാംപ്സ് ഉണ്ട്. ആ ഒരു ഏഡാമിൻ്റെ മുകളിൽ കൊടുത്ത ആ ഒരു ഇൻസേർട്ടിന് ആണികൾ കൊടുത്തുള്ള പോലുള്ള ഡിസൈനൊക്കെ നല്ലതാണ്. പിന്നെ ആ ഒരു 2 വൈപ്പേഴ്സും എന്നുള്ള ലോഗോയുള്ള ആ ഒരു ബോണറ്റും കാണാം. മുകളിൽ കണ്ടോ ആ റിബ്ഡ് റൂഫൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതൊക്കെ തന്നെയും ശരിക്കും എക്സ്റ്ററിൻ്റെ കാര്യങ്ങളാണ്. അതൊന്നും ബേസ് മോഡലിലും വ്യത്യാസങ്ങളില്ല എന്ന് തന്നെ പറയാം. എക്സ്റ്ററിൻ്റെ ബേസ് മോഡൽ EXൻ്റെ വശങ്ങളിലെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് 14 ഇഞ്ച് വീലാണ്. സ്റ്റീൽ വീൽസാണ്, വീൽ കവറൊന്നുമില്ല. ഓക്കെ, ആക്സറീസ് നമുക്ക് അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് ആണ്, ചുറ്റുമുണ്ട്, മാറ്റങ്ങളില്ല. ഡോർ ഹാൻഡിൽ ആ ഒരു ചീപ്പ് പ്ലാസ്റ്റിക് ആണ്. B പില്ലർ ബ്ലാക്കും ചെയ്തിട്ടില്ല. മിററിലല്ല, ഇൻഡിക്കേറ്റർ താഴെ ഇവിടെ ഫെൻഡറിലാണ്. ഈ പറഞ്ഞ വ്യത്യാസങ്ങളാണ് കാര്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും A പില്ലർ ബ്ലാക്ക് ആയതുകൊണ്ട് B പില്ലർ ബ്ലാക്ക് ചെയ്താൽ നല്ലതായിരിക്കും. കൂടാതെ C പില്ലർ കണക്ഷൻ നമുക്ക് എക്സ്റ്ററിൽ എല്ലാപ്പോഴും കാണുന്നതാണ്. മാത്രമല്ല ഈ വണ്ടി ഡോർ എന്ന് പറയുന്നത് അത്യാവശ്യം വൈഡായി തന്നെ തുറക്കുന്ന ഡോറാണ്. ഇപ്പോൾ ഇതൊക്കെ തന്നെയും ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ പ്രത്യേകതകളായിരുന്നു. അതിപ്പോൾ ബേസ് മോഡലാണെങ്കിലും വ്യത്യാസമില്ലാത്ത കാര്യമാണ്. കൂടാതെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും. ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ പ്രത്യേകതകളിൽ ഈ ഒരു പിൻഭാഗം അവർ എടുത്തെടുത്ത് പറയുന്നതായിരുന്നു. ഈ ഡിസൈൻ ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് പീസൊക്കെ തന്നെയും. പക്ഷേ എനിക്ക് തീർത്തും ഇഷ്ടപ്പെടാത്തൊരു ഭാഗമായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞത് എക്സ്റ്ററിൻ്റെ പിൻഭാഗമാണ്. ഇപ്പോൾ പിന്നിൽ വൈപ്പറില്ല, ഡീഫോറില്ല, അങ്ങനെയുള്ള ഒന്നും തന്നെ കാണുന്നില്ല. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് LED ആണെന്നുള്ള കാര്യമായിട്ട് കാണാം. കൂടാതെ ബമ്പറിൽ കൊടുത്തുള്ള ആ ഒരു ഇൻസേർട്ടുകളൊക്കെ തന്നെയും ഒരിത്തിരി പ്രീമിയം ഫീൽ തോന്നിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിക്കുണ്ട്. കൂടാതെ ഇവിടെ കണ്ടോ ആ 2 പാർക്കിംഗ് സെൻസർ കൂടി കാണാം. ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ ഇപ്പോൾ ഹ്യുണ്ടായി എന്ന് പറയുന്നത് ഹെൻഡായി എന്ന് പറയുന്നുണ്ട്, ഹ്യുണ്ടായി എന്ന് പറയുന്നുണ്ട്, പല വിധത്തിൽ ഉച്ചാരണമുണ്ട്. ഇപ്പോൾ കമ്പനി ആകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം, പേരാണല്ലോ. H എന്ന് പറഞ്ഞ ആ ഒരു DRലും H എന്ന് പറഞ്ഞ ആ ഒരു പിന്നിലെ ലൈറ്റും ഹ്യുണ്ടായി ആണ് എന്നുള്ളത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വേരിയൻറ്റ് ബാഡ്ജിങ് ഇല്ലാനുള്ള ഗുണമായിട്ട് കാണാം. ബൂട്ടെന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ടോപ്പ് എൻഡും അല്ലെങ്കിൽ ബേസ് മോഡലൊക്കെ സെയിം ആണ്. അത്യാവശ്യത്തിന് ബൂട്ട് സ്പേസിലൊരു വണ്ടിയാണ്. ലോഡിംഗ് ലിപ്പ് ഒത്തിരി വരുത്താറുണ്ട്, എടുത്ത് വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇതൊക്കെ ബേസിക് കാറുകളുടെ കാര്യമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. അലോയിലല്ല, സ്പെയർ വീൽ എന്ന് പറയേണ്ട, കാരണം എല്ലാ വീലും അലോയില്ല. സിംഗിൾ ഫോൾഡിംഗ് ആണ് സീറ്റ്, എന്നാലും ഫോൾഡുകൾ ഓപ്ഷൻ ഉള്ള കാര്യമാണ്. 2 ഹെഡ് റെസ്റ്റ് ഉണ്ട്, പക്ഷേ 3 സീറ്റ് ബെൽറ്റുകളുണ്ട്. 3 സീറ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ 3 പ്രോപ്പർ ബെൽറ്റാണ്. അതുകൊണ്ടാണ് പോയിന്റ് ഇത് പറഞ്ഞത്. അപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു 5 സീറ്റ് ബെൽറ്റുകളും ഉണ്ട് എന്നുള്ള കാര്യമുണ്ട്. ഇവിടെ ആൻറ്റിന ഇല്ല, അത് നമ്മൾ എക്സ്ട്രാ വാങ്ങി ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ബേസ് മോഡൽ വണ്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അലഭാരങ്ങളുടെ കുറവാണ്. എന്ന് വെച്ചാൽ ഈ ഒരു AC വെൻറ്റുകളുടെ ചുറ്റും പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണില്ല, പവർ വിൻഡോയുടെ ചുറ്റും ആ ഒരു ഫിനിഷ് കാണില്ല. അതുകൂടാതെ ഡാഷ്ബോർഡിൽ വലിയ കാര്യമായിട്ടുള്ള ആർഭാടങ്ങൾ ഉണ്ടാവില്ല. ഒക്കെ സാധാ പ്ലാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിവിടെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്, അതൊരു നല്ല കാര്യമാണ്. ആ ക്ലസ്റ്ററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റിയറിംഗിൽ കാണാം. ഓക്കെ, ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് റീച്ചോ ടിൽറ്റോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു പല കമ്പനികളും ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷേ ഹ്യുണ്ടായി ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു വെട്ട് ഇവിടെ കാണാം, ആ ലിവർ ഇല്ല എന്നുള്ളതാണ്. സാധാരണ വണ്ടികളിൽ ആ ഒരു ഫീച്ചർ മാറ്റാൻ ബുദ്ധിമുട്ടാണ്, ആളുകൾ മാറ്റാറില്ല. പിന്നെ AC ഓട്ടോമാറ്റിക് AC അല്ല, മാനുവൽ AC ആണ്. ഒരു ഗ്ലോ ബോക്സ് ഉണ്ടെന്ന് പറയാം, ഒരു വലിയ ഒരു ലക്ഷറി ആയിട്ട്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു കണ്ണാടി പോലുമില്ല.
അതൊക്കെ തന്നെ പറയേണ്ട കാര്യമാണ്. പിന്നെ ഓട്ടോ ഡിമ്മിങ് മാനുവൽ ഡിമ്മിങ് എന്നല്ല, സാധാ ഒരു മിറർ കൂടിയാണ് എന്നുള്ളതാണ്. ഇതാണ് ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ ബേസ് മോഡലിൻ്റെയും ക്ലസ്റ്റർ. ഇതിന് എൻജിൻ മോഡുകളോ അല്ലെങ്കിൽ ഡ്രൈവ് മോഡുകളൊന്നുമില്ല, പക്ഷേ ആ ക്ലസ്റ്റർ കൊള്ളാം. ആ ഒരു വാണിങ്ങും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് പ്രോപ്പറായിട്ടാണെന്ന് കാണാം. ഡിജിറ്റലാണ്. ആ ഒരു ടാക്കോമീറ്ററും അല്ലെങ്കിൽ ആ ഒരു സ്പീഡോമീറ്ററും കാണാം. പിന്നെ ഫ്യൂൽ മീറ്ററും ആ ഒരു മീറ്ററും കാണാം. ഇവിടെ നമുക്ക് ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ രസമാണ്. എന്നുവെച്ചാൽ ഫോർ എ ബേസ് മോഡൽ കൊള്ളാം. ക്ലസ്റ്ററിൻ്റെ ആ ഒരു കാര്യം കണ്ടില്ലേ, ക്ലസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ആ ഒരു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റം തീം, ആ ഒരു BC എന്നുള്ള തീം ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് കണ്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ബേസ് മോഡലാണെങ്കിലും. ഇവിടെ ഈ ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ഈസിയാണ്. പക്ഷേ പാസഞ്ചർ സൈഡിൽ എത്തിച്ച് പിടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എക്സ്റ്ററിനകത്തെ ലക്ഷറി എന്ന് പറയുന്നത് 3 സീറ്റ് ബെൽറ്റുകൾ മാത്രമല്ല, അത്യാവശ്യം ഹെഡ് റൂം, അത്യാവശ്യം ലെഗ് റൂം, അത്യാവശ്യം ഒരു തൈ സപ്പോർട്ടൊക്കെ ഉള്ള ഒരു വണ്ടിയാണത്. ഇരിക്കാനും നല്ല സുഖമാണ്. പിന്നെ വൈൻഡറാണത്, ബേസ് മോഡലായതുകൊണ്ട് ഇതിനകത്ത് പവർ വിൻഡോ ഇല്ല. മാത്രമല്ല ആ ഒരു ചീപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ കാണാം. പക്ഷേ ക്യാബിൻ ലൈറ്റ് സെൻട്രലായിട്ട് കൊടുത്ത് നല്ല കാര്യമായിട്ട് തോന്നി. ഇവിടെ ഈ ഒരു സ്പ്രിംഗ് ലോഡായിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ ഈ വൈപ്പറിന് ആ ഒരു ഇൻ്റർമീഡിയറ്റിൻ്റെ ഒരു സെറ്റിങ്സും കാണാം. നമുക്കത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ഹ്യുണ്ടായുടെ എക്സ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ശരിക്കും ഭയങ്കര സ്പേഷ്യസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കിയാൽ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 7.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 7.25 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് ബേസ് മോഡലാണ്. അതിന് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സാധാരണ കുഞ്ഞി കാർ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ വാങ്ങിയുള്ള ഗുണം എന്ന് പറയുന്നത് സ്പേസാണ്. ഇത് നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്പേസ്, നല്ല ഇരിക്കാൻ നല്ല സൗകര്യമാണ്. നമ്മളൊരു കുഴിയിലിരിക്കുന്ന ഫീൽ, പഴയ സ്വിഫ്റ്റിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീൽ വണ്ടിക്കുണ്ട്. സ്റ്റിയറിംഗ് നല്ല ലൈറ്റ് സ്റ്റിയറിംഗ് ആണ്, ഒരു പ്രശ്നവുമില്ല. ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ബട്ടർ സ്മൂത്താണ്, ക്ലച്ച് ലൈറ്റാണ്, അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ആദ്യ കാർ വാങ്ങാൻ നോക്കുന്ന ആൾക്കേ ഇപ്പോൾ വലിയ ബഡ്ജറ്റൊന്നുമില്ല, ഇപ്പോൾ ടോപ്പ് എൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ട, എന്നാൽ ബേസിക് കാര്യങ്ങൾ മതിയെങ്കിൽ ഇത് നല്ല ഓപ്ഷനാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് ഒരു ടോപ്പ് എൻഡ് മോഡലിൻ്റെ വണ്ടി കാണിക്കുകയും കൂടാതെ ബേസ് മോഡൽ വണ്ടിയുടെ കാര്യം പറയുകയും ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാ കമ്പനികളും നമ്മുടെ വണ്ടി ഇറങ്ങുന്നത് ഇത്രയും വിലയ്ക്കാണെന്നും ഈ ഒരു പൈസയ്ക്ക്, അതായത് കുറഞ്ഞ പൈസയ്ക്ക് ഇറങ്ങിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വില കുറച്ച് പറയുന്നത്. എന്നാൽ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഫീച്ചേഴ്സ് ഏറ്റവും കൂടിയ വണ്ടി പറയാം, കാരണം അത്രയും ഫീച്ചേഴ്സ് വണ്ടിക്ക് ഉണ്ടല്ലോ. ശരിക്കും അതൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ശരിക്കും പല ലിങ്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഞെട്ടും, അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറയില്ലേ, ക്ലിക്ക് ബൈറ്റ്സ് എന്ന് പറയില്ലേ. ഈ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിലെ ക്ലിക്ക് ബൈറ്റ്സ് ഒന്നും നമുക്ക് ഈ ഒരു വണ്ടിയുടെ പ്രൈസിങ്ങിന് കാണാൻ തോന്നുന്നു. പക്ഷേ നമുക്കറിയാം, നമ്മൾ കേട്ടാൽ നമുക്കറിയാം, ഓക്കെ ആ ഒരു ബേസ് മോഡൽ എക്സ്ഷോറൂം പ്രൈസാണ് നമ്മൾ പറയുന്നത്, നമുക്ക് കിട്ടാൻ പോകുന്ന വണ്ടി ഇതാണെന്ന് നമുക്കറിയാം, അതൊരു ഗുണമാണ്. അപ്പോൾ ഒരു ബേസ് മോഡൽ വാങ്ങിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ആ ഒരു എഞ്ചിനും ആ ഒരു ഗിയർ ബോക്സും കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു ബേസ് മോഡൽ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണമെന്ന് പറയുന്നത്, ഓക്കെ ഇപ്പോൾ എക്സ്റ്ററിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്താൽ ഇതിന് 6-12 എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞില്ലേ. ടോപ്പ് എൻഡ് മോഡൽ ഒരു 11-12 രൂപയെന്ന് കൂട്ടിക്കോ. ആ 12 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന ആൾ ഓടിക്കുന്ന വണ്ടിയും നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ ഓടിക്കുന്ന നമ്മൾ വണ്ടിയും സെയിം ആണ്. ഓക്കെ ഫീച്ചേഴ്സ് അറിയാവുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് രണ്ടും എക്സ്ട്രാ ആണ്. അതൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ലുക്കിൻ്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ നിന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നിസാൻ മാഗ്നൈറ്റിൻ്റെ ഇന്നലെ ഒരാൾ എന്നെ വിളിച്ച് നിസാൻ മാഗ്നൈറ്റ് നല്ലതാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ്, 3 സിലിണ്ടറാണ്, റിഫൈൻമെൻറ്റ് പ്രശ്നം കുറച്ച് കണ്ടു, ഓക്കെ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ആ പുള്ളി പറഞ്ഞത് എനിക്ക് 360 ക്യാമറ അതിനകത്തുണ്ടല്ലോ, ആ ഫീച്ചറുള്ളൂ, ഈ ഫീച്ചറുള്ളൂ, ഫീച്ചേഴ്സിന് ഒരു എണ്ണം പറഞ്ഞു. അപ്പോൾ ആളുകൾക്ക് ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റാണ്. വണ്ടി ഓടിക്കാൻ മൊക്കെയാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും വൃത്തിയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, കുറേ ഫീച്ചേഴ്സ് ഉണ്ടായാൽ എന്നുള്ള മൈൻഡുള്ള കുറേ അധികം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് പറ്റിയ വണ്ടിയല്ല ഇത്. ഇതെന്ന് പറയുന്നത് ഫങ്ഷൻ ഓവർ ഫോം. ഓക്കെ ലുക്സ് എക്സ്റ്ററിൻ്റെ ആയിരിക്കാം, പക്ഷേ ഫീച്ചേഴ്സ് എക്സ്റ്ററിൻ്റെ അല്ല. ടോപ്പ് എൻഡ് മോഡലിന് ഇതിനകത്ത് പാഡ് ഷിഫ്റ്റർ കിട്ടും, കൂടാതെ ആ ഒരു AMT കിട്ടും. ഇലക്ട്രിക് ആക്ച്വേറ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു പാഡ് ഷിഫ്റ്റർ വെച്ചിട്ടുണ്ട് ഇവർ. പിന്നെ ഈ വണ്ടിക്കകത്ത് എനിക്ക് തോന്നുന്നു 6 എയർ ബാഗും അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് ഡീഫോൾട്ടായിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ കിട്ടും, ആ ഒരു ബ്ലൂ ലിങ്ക് കിട്ടും, ഓട്ടോ ഡിമ്മിങ്ങുള്ള മിറർ കിട്ടാൻ കുറേ കാര്യങ്ങൾ ടോപ്പ് എൻഡിൽ കിട്ടും. അപ്പോൾ ഫീച്ചേഴ്സിന് വേണ്ടി പോകുന്ന ആൾക്കാർക്ക് എന്തായാലും ടോപ്പ് എൻഡ് മേടിച്ചേ പറ്റുള്ളൂ. അതല്ല എനിക്കൊരു സ്ഥല സൗകര്യമുള്ള വണ്ടി വേണം, വലിയ വിലയൊന്നും കൊടുക്കാനല്ല, പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി, എഞ്ചിനും ഗിയർ ബോക്സ് നന്നായാൽ മതി, ബാക്കിൽ പവർ വിൻഡോ ഒന്നും വേണ്ട, വൈൻഡ് ചെയ്യാൻ കുഴപ്പമില്ല, ബാക്കിൽ അധികം ആളുകൾ എപ്പോഴും ഇരിക്കില്ല, മുന്നിൽ പവർ വിൻഡോ മതി. അങ്ങനെ കുറച്ച് കോംപ്രമൈസുകൾക്ക് തയ്യാറായാൽ എനിക്ക് തോന്നുന്നു വാല്യൂ ഫോർ മണി പ്രപ്പോസിഷനിൽ മികച്ച ഒരു വണ്ടിയായിട്ട് ഞാനൊരു എക്സ്റ്ററിനെ കാണുകയാണ്. ഇപ്പോൾ 3 സിലിണ്ടർ വണ്ടികളുണ്ട്, ഇപ്പോൾ നിസാൻ മാഗ്നൈറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികൾക്കിടയിൽ 4 സിലിണ്ടർ ആണെന്നുള്ളത് റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഗുണമാണ്. പിന്നെ ഹ്യുണ്ടായുടെ സ്മൂത്ത്നെസ് പറയേണ്ട കാര്യമില്ല, നീറ്റാണ് വണ്ടി. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ എക്സ്റ്ററിനുണ്ട്. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് സവിശേഷതകളില്ല, പക്ഷേ അതിന് മാത്രമല്ല വിലയല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ബേസ് മോഡൽ വണ്ടികളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയാണ് വേണ്ടത് താഴെ കമൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.